അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ഹോളി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹോളി. അപ്പോൾ അത് ഞങ്ങൾ ഹോളി സെലിബ്രേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ എടുത്ത ക്ലിപ്പാണ്. മാർക്കറ്റ് ഒന്നും അന്നില്ലായിരുന്നു, എല്ലാം പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. ഉള്ളി ഈ കളറുകളുടെ കുറച്ച് കടകൾ ഇങ്ങനെ സൈഡിലൊക്കെയുള്ള സ്ട്രീറ്റിൽ കുറച്ച് കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയവരെന്നോ ചെറിയവരെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും കളറും വെള്ളവും ഒക്കെ വാരി എറിയുമായിരുന്നു. ഇത് ശരിക്കും നക്ഷത്രയുടെ സെക്കൻഡ് ഹോളിയാണെങ്കിൽ പോലും ഈ ഹോളിയാണ് നമ്മൾ ഫസ്റ്റായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. ഇത് സതീഷേട്ടൻ്റെ ഫ്രണ്ടും വൈഫും ആയിരുന്നേ. നമ്മൾ കളർ വാങ്ങാൻ വരുന്ന വഴി അവരെ കണ്ടിട്ട് നമ്മൾ വിഷ് ചെയ്തിട്ട് കളറൊക്കെ തേച്ച് വിട്ടു. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഇവിടെ കിടന്ന് അറമാദിച്ചു എന്നുള്ളത്. സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലായിരുന്നു നമ്മുടെയൊക്കെ കോലങ്ങളെന്ന് വേണം പറയാൻ. ഫസ്റ്റ് സുനിച്ചിട്ടയാണ് കളറുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഞങ്ങൾ ഹോളി കളിക്കാനായിട്ട് പുറത്ത് പോയെന്നാണ് സുനിച്ചിട്ട വിചാരിച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ കളറൊക്കെ ഞങ്ങൾക്ക് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിത ചിറ്റയും കൂടെ അങ്ങോട്ട് വന്നു. പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും കൂടെ കൂടിയപ്പോഴത്തേന് പിന്നെ ആ വീട് തന്നെ നമ്മൾ തിരിച്ചു വെച്ചു. അമ്മ നല്ല പളവളപ്പനാക്കി നല്ല തുടച്ച് മിനുക്കിയിട്ടിരുന്ന വീട് നമ്മൾ കുറച്ച് നേരം കൊണ്ട് കളറ് മുക്കി നല്ല കുളമാക്കി കൈ കൊടുത്തു. അതിനിടയ്ക്ക് ഞാൻ വീട്ടിലൊന്ന് വിളിച്ച് എൻ്റെ കോലം കണ്ടിട്ട് അച്ഛനാണെങ്കിൽ ഞെട്ടിത്തരിച്ചു പോയി. അച്ഛൻ്റെ ആ ഒരു നിപ്പിപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റി എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞാൽ ഒന്നും പറ്റിയതല്ല, നമ്മുടെ ഇവിടെ ഹോളി കളിക്കുക, കളർ വാരി മുഖത്തൊക്കെ തൂത്തേക്കുവാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛനൊന്ന് സമാധാനമായത്. അങ്ങനെ നമ്മൾ ഹോളിയൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ നല്ല ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറും മീൻകറിയൊക്കെ ഉണ്ടാക്കി തന്നു. ഹോളിയുടെ സ്പെഷ്യൽ സ്വീറ്റ്സും കൂടെ കഴിച്ചിട്ട് നമ്മൾ ആഘോഷങ്ങളൊക്കെ നിർത്തിയേ.